എൻ്റെ ഐഫോൺ 14 പ്രോ മാക്സിൻ്റെ സ്ക്രീൻ അടിച്ചു പോയി ഗൈസ്. വിക്ടോറിയ ഫോൾസിൻ്റെ വീഡിയോസ് എടുക്കുന്നതിൻ്റെ ഇടയിൽ വെള്ളച്ചാട്ടത്തിൻ്റെ സ്പ്രേ കാരണം ഫോൺ നനഞ്ഞ് അതിൻ്റെ ഡിസ്പ്ലേ സ്ക്രീൻ അടിച്ചു പോയി. ഐഫോൺ 14 പ്രോ മാക്സ് ആയിരുന്നു. ഇനി ഇതിൻ്റെ സ്ക്രീൻ ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. പിന്നീട് എന്താ സംഭവിച്ചതെന്ന് അറിയാൻ ഈ വീഡിയോ വാച്ച് ചെയ്യൂ. പണി കിട്ടി ഗൈസ്. ഇന്നലെ വിക്ടോറിയ ഫോൾസിൽ പോയപ്പോൾ ഫോൺ വെള്ളത്തിൽ അത്യാവശ്യം നനഞ്ഞ് ഫോണിൻ്റെ ഡിസ്പ്ലേ അടിച്ചു പോയെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഒന്നും വർക്ക് ചെയ്യുന്നില്ല. ഇന്നലെ ചാർജ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല, പക്ഷെ അത് ശരിയായി. പക്ഷെ ഇപ്പോൾ ഡിസ്പ്ലേ അടിച്ചു പോയി. അത് കാരണം ഇനി ആകെ പണിയായിട്ടിരിക്കുകയാണ്. വേറെ ഫോൺ നോക്കാൻ പോകണം. എന്താ കണ്ട ഇതുപോലെയാണ് പച്ച കളറായി സ്ക്രീൻ. അങ്ങനെ ഫോൺ റിപ്പയർ ചെയ്യാനായിട്ട് ഞങ്ങൾ ലിവിങ്സ്റ്റൺ ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ താമസിക്കുന്ന ലോഡ്ജിൽ നിന്ന് തന്നെ ഒരു ക്യാബ് ബുക്ക് ചെയ്ത് അങ്ങനെ ഞാനിപ്പോൾ ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ടൗണിൽ തന്നെ മൊബൈൽ റിപ്പയർ ഷോപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി അവിടെ പോയി നോക്കണം. ഇന്ന് സൺഡേ ആണ്, മാത്രമല്ല ഈസ്റ്റർ സൺഡേ ആണ്. അതുകൊണ്ട് ഷോപ്പുകളൊക്കെ തുറന്നുണ്ടോ എന്നറിയില്ല. അവിടെ പോയിട്ട് നോക്കാം. ഇതാണ് ലിവിങ്സ്റ്റൺ ടൗൺ. 1855 വിക്ടോറിയ വെള്ളച്ചാട്ടം കണ്ട ആദ്യത്തെ യൂറോപ്യനായിരുന്ന ഡേവിഡ് ലിവിങ്സ്റ്റണിൻ്റെ പേരിലാണ് ഈ ടൗൺ അറിയപ്പെടുന്നത്. 1905 ഈ ടൗൺ ഇവിടെ രൂപീകരിച്ചത്. പിന്നീട് 1911 മുതൽ 1935 വരെ അന്നത്തെ നോർത്തേൺ റൊഡീഷ്യയുടെ തലസ്ഥാനമായിരുന്നു ലിവിങ്സ്റ്റൺ. പിന്നീട് അത് ലുസാക്കയിലേക്ക് മാറുകയാണ് ഉണ്ടായത്. പക്ഷേ ഇന്നും ലിവിങ്സ്റ്റൺ സാംബിയയുടെ വിനോദസഞ്ചാര തലസ്ഥാനമായി അറിയപ്പെടുന്നു. അതിൻ്റെ പ്രധാന കാരണം വിക്ടോറിയ ഫോൾസ് തന്നെയാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 10-14 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ വിക്ടോറിയ ഫോൾസിലേക്ക്. അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ ആദ്യം വരുന്നത് ലിവിങ്സ്റ്റൺ ടൗണിലേക്കാണ് വിക്ടോറിയ ഫോൾസ് വിസിറ്റ് ചെയ്യാനായിട്ട്. ഞാനൊരു ഫോൺ റിപ്പയർ ഷോപ്പിലാണ്. ഫോൺ റിപ്പയർ ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്ക്രീൻ ചേഞ്ച് ചെയ്യാൻ നോക്കാം. സ്ക്രീൻ ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, നോക്കി നോക്കാം. അങ്ങനെ ഇവിടെ റിപ്പയറിംഗ് ഷോപ്പിൽ എൻ്റെ ഫോൺ കൊണ്ടുപോയിട്ട് അവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 1 മണിക്കൂറോളം വെയിറ്റ് ചെയ്യേണ്ടി വരുന്നതാണ് പറഞ്ഞത്. ചിലപ്പോൾ അതിന് കൂടുതൽ സമയമെടുക്കാനും സാധ്യതയുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ പോസ്റ്റായി. ഇനി ഇന്നത്തെ പരിപാടികളൊക്കെ എന്തായിരിക്കും എന്ന് കണ്ടറിയാം. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സിംബാബ്വെ സൈഡിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ 1-2 മണിക്കൂർ കാത്തിരുന്നതിന് ശേഷം ഫോൺ ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇവിടെ കാർഡ് സ്വൈപ്പ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് പുറത്ത് പോയിട്ട് ക്യാഷ് വിഡ്രോ ചെയ്യണം. അപ്പോൾ നമുക്ക് അവിടേക്കൊന്ന് പോകാം. അപ്പോൾ നിങ്ങൾ വിക്ടോറിയ ഫോൾസ് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് വീഡിയോസ് എടുക്കുമ്പോൾ സൂക്ഷിക്കുക, അല്ലെങ്കിൽ ഇതുപോലെ പണി കിട്ടി ഫോൺ കേടാവും. നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ ഇവിടെ കടകളുടെ ഫ്രണ്ടിലൊക്കെ ആളുകൾ അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ വിൽക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്. അങ്ങനെ ATM കൗണ്ടറിൻ്റെ അവിടെ എത്തി. ഇനി നമുക്ക് പൈസ വിഡ്രോ ചെയ്യാം. ഇതാണ് ATM കൗണ്ടർ. അങ്ങനെ പൈസ വിഡ്രോ ചെയ്ത് കൊടുത്തു. ഫോൺ ഒരുവിധം ശരിയായിട്ടുണ്ട്. ഇനി അറിയില്ല വീണ്ടും അത് പ്രശ്നമാവുമെന്ന്. അതൊക്കെ ചിലപ്പോൾ ഷോർട്ട് സർക്യൂട്ട് വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ലിവിങ്സ്റ്റൺ ടൗണിൽ കൂടെയാണ് നടന്നു പോകുന്നത്. നമുക്കിനി ഇവിടെ നിന്നൊരു ടാക്സി വിളിച്ച് നേരെ ലോഡ്ജിലേക്ക് തിരിച്ചു പോകാം. എൻ്റെ ലഗേജൊക്കെ ഞാൻ ലോഡ്ജിൽ തന്നെയാണ് വെച്ചത്. ഫോൺ റിപ്പയർ ചെയ്യാൻ വരുമ്പോൾ ഇതൊന്നും ഞാൻ കൊണ്ടുവന്നില്ല. അപ്പോൾ ഇനി അതൊക്കെ എടുത്ത് ലഞ്ച് കഴിച്ചതിന് ശേഷം നമുക്ക് നേരെ സിംബാബ്വെ സൈഡിലേക്ക് പോകാം.
ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ പച്ചക്കറി മാർക്കറ്റൊക്കെ പോലത്തെ ഒരു ഏരിയ ആണ്. അങ്ങനെ ഇവിടെ നിന്നൊരു ടാക്സി കിട്ടി ഇപ്പോൾ ലോഡ്ജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ടൗണിൽ തന്നെ ലിവിങ്സ്റ്റൺ മ്യൂസിയം ഉണ്ട്. സാംബിയയിലെ ഏറ്റവും പഴക്കമേറിയ മ്യൂസിയങ്ങളിലൊന്നാണിത്. ഡേവിഡ് ലിവിങ്സ്റ്റൺ ഉപയോഗിച്ചിരുന്ന പല വസ്തുക്കളും ആ മ്യൂസിയത്തിലുണ്ട്. അതുപോലെ ഇവിടെ ക്രാഫ്റ്റ് മാർക്കറ്റുകളുമുണ്ട്. ഇവിടെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെയുള്ള ചെറിയ ചെറിയ അട്രാക്ഷൻസുകളൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഈ സൈഡിൽ കാണുന്നത് ഇവിടുത്തെ ക്രാഫ്റ്റ് മാർക്കറ്റാണ്. സാംബിയ ലോക്കൽ സാധനങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാവുന്നതാണ്. അങ്ങനെ ഞാൻ താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിലെത്തി. ഇനി ഇവിടെ നിന്ന് ലഗേജ് കളക്ട് ചെയ്തതിന് ശേഷം സിംബാബ്വേയിലേക്ക് പോകണം. ബോർഡർ ക്രോസ് ചെയ്യണം. അതിനു മുമ്പ് ഇവിടെ ഒരു ചെറിയൊരു വില്ലേജ് വിസിറ്റ് ഉണ്ട്. മുക്കുനി വില്ലേജ് എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ വീഡിയോ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം.